ഹായ് ഹലോ വെൽക്കം ടു ഡീൻസ് വ്ലോഗ്സ്. നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിനാണ്. ഇപ്രാവശ്യം നമ്മൾ പോയത് ശ്രീ വളയനാട് ദേവി ക്ഷേത്രത്തിലേക്കാണ്. ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് വളയനാട് ദേവി ക്ഷേത്രം. സാമൂതിരി രാജാവാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിച്ചതായിട്ട് അറിയപ്പെടുന്നത്. വള്ളുവരുമായുള്ള യുദ്ധത്തിൽ സാമൂതിരിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇതിന് കാരണം വള്ളുവരുടെ ഭക്തിയാണെന്ന് മനസ്സിലാക്കി സാമൂതിരി ദേവിയുടെ അനുഗ്രഹം തേടി തപസ് ചെയ്തു. സാമൂതിരിയുടെ ഭക്തിയിൽ സന്തുഷ്ടയായ ദേവി അദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ സമ്മതിച്ചു. എന്നാൽ വഴിയിൽ വെച്ച് സാമൂതിരി സംശയത്തോടെ നോക്കിയപ്പോൾ ദേവി പറഞ്ഞു ഇനി വരില്ലെന്ന്. അങ്ങനെ സാമൂതിരിയുടെ ഭക്തിക്ക് പ്രതിഫലമായി ദേവി തൻ്റെ വള എറിഞ്ഞു കൊടുത്തു. ആ വള വീണ സ്ഥലത്ത് ക്ഷേത്രം സ്ഥാപിച്ചു. വള ഒരാഴ്ച കറങ്ങി 7 ദിവസം കറങ്ങിയ സ്ഥലത്താണ് ക്ഷേത്രം നിലനിന്നത്, അതായത് ആഴ്ചവട്ടത്ത്. സാമൂതിരി 14-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ദേവി വടക്കോട്ട് ദർശനമായാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. കേരളത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത്. ചെമ്പ് പൊതിഞ്ഞ മേൽക്കൂരയും മനോഹരമായ ഗോപുരങ്ങളും ചുമരുകളിലെ കൊത്തുപണികളും ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരൊറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റുന്നതല്ല ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രീതിയും കാര്യങ്ങളും എല്ലാം. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഊർജവും ഒക്കെ കിട്ടാറില്ല. അതുപോലെയുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് ഈ ഒരു ടെമ്പിൾ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ടെമ്പിൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസവും പിന്നെ മുന്നോട്ടുള്ള ജീവിക്കാനുള്ള ധൈര്യമൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഒരുപക്ഷെ ഇവിടെയുള്ള പോസിറ്റീവ് എനർജി കൊണ്ടായിരിക്കും. അല്ലെങ്കിലും ആരാധനാപരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും നടക്കുന്നത് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണല്ലോ. നോർത്തിലെ ടെമ്പിൾസിൽ പോകുന്നതിനേക്കാൾ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ എനിക്ക് ഇതുപോലെയുള്ള നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്നത്. കാരണം നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യമായിട്ട് കുറച്ചുകൂടെ യോജിച്ച് നിൽക്കുന്നത് ഇവിടുത്തെ അമ്പലങ്ങളായതുകൊണ്ടായിരിക്കാം. ഈ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പ്രസാദം തന്നെ നമ്മൾ നെറ്റിയിൽ തൊടുമ്പോൾ ഒരു പ്രത്യേക എനർജി നമ്മുടെ മേലേക്ക് പ്രവഹിക്കണ പോലെയാണ് എനിക്ക് തോന്നാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കണ പ്രസാദവും കിട്ടും. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഒരു മസാല ദോശ അത് എന്നും പതിവുള്ളൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഈ ക്ഷേത്രത്തിൽ തന്നെ അന്നദാനം ഉണ്ട് കേട്ടോ, പക്ഷെ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഗീ റോസ്റ്റ് ആയിരുന്നു. എനിക്ക് മസാല ദോശേനേക്കാളും ഇപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം ഗീ റോസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാനത് കഴിച്ചു. പിന്നെ ഇവരൊക്കെ പൊറാട്ട പിന്നെ ഗീ റോസ്റ്റ് അങ്ങനെ പല ഐറ്റംസ് ആയിട്ടാണ് കഴിച്ചത്. പിന്നെ അവിടെ നല്ല ചൂടോടെയുള്ള വട ഉള്ളത് കൊണ്ട് ഞാൻ അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് നമ്മൾ കുറച്ച് പ്രസാദം എടുത്ത് കഴിച്ചു. ഇതാണ് പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രസാദം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉച്ചയായപ്പോൾ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ അയ്യപ്പ വിളക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് സദ്യയായിരുന്നു. അവിടെ നല്ല പായസമൊക്കെ കൂട്ടി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. സാമ്പാർ, പപ്പടം, ഉപ്പേരി, പുളിശ്ശേരി എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു. ഈവനിങ് ആയപ്പോൾ നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. നല്ല രസമാണ് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ. ഒരുപാട് മരങ്ങളൊക്കെ, നമ്മൾ ഉത്തരാഖണ്ഡിലും മരങ്ങളില്ലേ ചോദിക്കും നിങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ. പക്ഷേ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള നമ്മുടെ ആ കേരളത്തിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ അത് കിട്ടില്ല. നമ്മൾ നേരെ വെച്ച് പിടിച്ചത് SM സ്ട്രീറ്റിലേക്കായിരുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ ഒരു വൈബ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാർസും കാര്യങ്ങളൊക്കെ കാണും. നമ്മുടെ ഉത്തരാഖണ്ഡിൽ ഇത്രയും ആഘോഷം ഇല്ല കേട്ടോ ക്രിസ്മസിനൊന്നും. അത്ര വലിയ അടിപൊളി ആഘോഷങ്ങളൊക്കെ കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണാനായിട്ട് വന്നതാണ്. നല്ല രസമാണ് കാണാൻ. ഇതുപോലെയുള്ള വൈബ്സൊക്കെ ഇങ്ങനെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം എന്നുള്ളതാണ് ഒരു വലിയ സത്യം തന്നെയാണത്. നമ്മൾ നേരെ ഇതൊക്കെ കാണാനായിട്ട് പോയത് ഒയാസിസിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ക്രിസ്മസ് വൈബ്. പക്ഷേ ക്രിസ്മസിൻ്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ. ആളുകൾ വളരെ കുറവായിരുന്നു. എന്താ വെച്ചാൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞല്ലോ. പക്ഷെ പുറത്ത് നല്ല ആൾക്കാരുണ്ടായിരുന്നു. എപ്പോഴും SM സ്ട്രീറ്റ് അല്ലെങ്കിലും എപ്പോഴും ക്രിസ്മസ് ആവണമെന്നില്ലല്ലോ. എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മിഠായി തെരുവ് തന്നെയാണ്.
എനിക്കാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഈ ഒരു വൈബിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം 5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ക്രിസ്മസ് ടൈമിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ക്രിസ്മസ് ഏകദേശം അടുത്ത ടൈമിൽ. പിന്നെ നമ്മൾ കുറച്ച് നേരം പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ കാണാനാണ്. ഇവിടെയാണെങ്കിൽ മൊത്തം കളർഫുള്ളാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ പോയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇവിടെ കളറ് ലൈറ്റൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു. കുറച്ച് നേരം നമ്മൾ ഇതൊക്കെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, അടിപൊളിയാണ് കാണാൻ. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും. ഋഷിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. പക്ഷേ നന്നായിട്ട് രാത്രി ആകുമ്പോഴാണ് ഈ ലൈറ്റൊക്കെ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ ഭയങ്കര പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഈ ഉണങ്ങിയ ടൈപ്പ് പൊടികൾ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ, ഭയങ്കര തിരക്ക് കാര്യങ്ങളായിരുന്നു. പക്ഷെ കാണാൻ നല്ല വേർത്തായിട്ടുള്ള സംഭവമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായത് ഞാൻ ന്യൂസിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. നേരിട്ട് കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളെ ഗവൺമെൻറ്റൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നമ്മുടെ സിറ്റീനെ വെക്കുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മളവിടെ നിന്ന് ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഉത്തരാഖണ്ഡിലുള്ള ആൾക്കാർ ഇത്രയും പൈസ ഒന്നും ചിലവാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരങ്ങനെ ചെയ്യാറുമില്ല. പക്ഷേ ഇവിടുത്തെയൊക്കെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കാണുമ്പോൾ നല്ല എൻ്റർടൈൻമെൻറ്റിനും കൂടി ഇവിടെയുള്ള ആൾക്കാർക്കും സമയം കണ്ടെത്തുന്നുമുണ്ട്. നമ്മൾ പുറത്തൊക്കെ ജീവിക്കുമ്പോഴാണ് പകുതി പേർക്കും ഇതിനൊന്നും സമയമില്ലായിരുന്നു അവിടെയൊന്നും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതെല്ലാം കാണാൻ വരാനും കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാനും എല്ലാത്തിനും ടൈമും ഉണ്ട്, അവർ ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആനേൻ്റെ ഈ ഒരു ഇതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നേരിട്ട് കാണാൻ ഇതിലും നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഈ പ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഞങ്ങളിത് കളറായിട്ടുണ്ട്. ന്യൂ ഇയർ ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല കളറായി, ഇപ്പോഴേ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നാട്ടിൽ വന്നത് നല്ല ഭാഗ്യമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ വരുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു നമ്മൾ വരുന്നത്. പക്ഷേ ഈ ഒരു ടൈം വരുന്നത് നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നി. രാത്രി ആവുന്നതിനനുസരിച്ച് ആൾക്കാർ കൂടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവർ ഈ മരങ്ങളുടെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ കാണാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. നല്ല രസമാണ് കാണാൻ. ഈ ആലിൻ്റെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ, ഫോട്ടോസൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ CSI പള്ളീൻ്റെ അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഡെക്കറേഷൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവിടെ ലൈറ്റ്സൊക്കെ മാറുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡേ 1 ഇൻ കാലിക്കറ്റ് ഞാൻ ചെയ്തത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.